സിംബാബ്വെ T20യിൽ സഞ്ജു ആയിരുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. സഞ്ജു നല്ല രീതിയിലാണ് ടീമിനെ മുന്നോട്ട് നയിച്ചത്. ഗില്ലിനെ ചില സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് സഞ്ജു ആയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാനാണ് BCCIയുടെ പദ്ധതി. സഞ്ജുവിനെ അധിക ചുമതല കൊടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ അടുത്ത പരമ്പര ശ്രീലങ്കയുമായിട്ടാണ്. ശ്രീലങ്കയുമായിട്ട് T20യും ഏകദിനവും കളിക്കുന്നുണ്ട്. T20യിൽ സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ അധിക ചുമതലയാണ് BCCI കൊടുക്കാൻ പോകുന്നത്. T20 ക്രിക്കറ്റിൽ പാണ്ഡ്യ അല്ലെങ്കിൽ സൂര്യ ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു മികച്ച കളിയാണ് T20യിൽ കാഴ്ചവെക്കാറ്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും BCCIക്ക് ഇഷ്ടപ്പെട്ടു. സിംബാബ്വെ പരമ്പരയിൽ നല്ല കളി സഞ്ജു കാഴ്ചവെച്ചു. ഗില്ലാണെങ്കിൽ ഫ്ലോപ്പായിരുന്നു. സിംബാബ്വെ ചെറിയൊരു ടീമായിരുന്നു. ആര് ക്യാപ്റ്റൻ ആയാലും ഇന്ത്യ പരമ്പര നേടും. ഗില്ലാണെങ്കിൽ മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. ഗില്ലിന് ക്യാപ്റ്റൻസി അറിയില്ലെന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഉടനെ തന്നെ പ്രഖ്യാപിക്കും. സഞ്ജു T20 സ്ക്വാഡിൽ വൈസ് ക്യാപ്റ്റൻ ആകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജു ശ്രീലങ്കൻ പരമ്പരയിലെ 2 സ്ക്വാഡിലും ഉണ്ടായിരിക്കും. ഏകദിനത്തിലും T20യിലും സഞ്ജു ഉണ്ടായിരിക്കും. സഞ്ജു ഇനി അങ്ങോട്ട് കയറുമെന്നത് ഉറപ്പാണ്. കാരണം ഇന്ത്യക്ക് പുതിയ കോച്ച് എത്തിയിരിക്കുകയാണ്. ഗംഭീർ എപ്പോഴും സഞ്ജുവിനെ സപ്പോർട്ടാക്കിയിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.